ലോകത്ത് എവിടെ ഇല്ലാത്തൊരു ടണലാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ടണലാണ്. ഞാൻ അതിലൂടെ ഷിപ്പൊക്കെ പാസ് ചെയ്യുന്ന വഴിയാണ്. അതിൻ്റെ അടിയിലാണ് ആ ഷിപ്പൊക്കെ പോകുന്നതിൻ്റെ അടിയിൽ, വെള്ളത്തിൻ്റെ അടിയിലൂടെ. യെസ്, നമ്മൾ താഴത്തെത്തി. മൂന്നാമത്തെ രാജ്യത്തു നിന്ന് ഞാനൊന്ന് ഇന്ത്യ പോയിട്ട് വിസയും കാര്യങ്ങളൊക്കെ, എൻ്റെ UK വിസ റെഡിയാക്കണം, പിന്നെ ഒരു ഷെങ്കൺ വിസ. ലഗേജ് ഇവിടെയും വെക്കും. പിന്നെ ബസ്സിൻ്റെ പുറകിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെയും ലഗേജ് വെക്കും. പെട്ടെന്ന് കണ്ടാൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ക്യാഷ് ചില്ലറ വീണ് പോയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കുക. ഇതാണ് ഫ്ലൈറ്റ്. ചെറിയ ഫ്ലൈറ്റ് ആണല്ലോ. ഹായ്, ഞാനിപ്പോൾ ഹാംബർഗിലാണുള്ളത്. ഹാംബർഗിൽ വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പണ്ട് കാലത്ത് ആളുകൾ ഉപയോഗിച്ചൊരു സംഭവമാണ്, ഒരു ടണലാണ്. ഇത് ലോകത്ത് എവിടെ ഇല്ലാത്തൊരു ടണലാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ള ടണലാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത്. ഇതുപോലൊരു ടണൽ വേറെ എവിടെ ഇല്ല, അതോ എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്താ ഡീറ്റെയിൽസ്. ഈ ഒരു ടണൽ ഒരു കടലിൻ്റെ അടിയിലൂടെയാണ് ഇത് പോകുന്നത്. വളരെ അടിപൊളി സംഭവമാണ്. ഞാനിപ്പോൾ അതിലൂടെ നടന്നു വന്നു. തിരിച്ച് ആ വഴിക്ക് തന്നെ പോയാലേ എനിക്ക് ഇതാണ് ഈ ഒരു കടൽ. ഇതിലൂടെ ഷിപ്പൊക്കെ പാസ് ചെയ്യുന്ന വഴിയാണ്. അതിൻ്റെ അടിയിലാണ് ആ ഷിപ്പൊക്കെ പോകുന്നതിൻ്റെ അടിയിൽ, വെള്ളത്തിൻ്റെ അടിയിലൂടെയാണ് ഈ ടണൽ പോകുന്നത്. അതും 1907 സ്റ്റാർട്ട് ചെയ്തിട്ട് 1911 തുറന്നു കൊടുത്തതാണ്. ആലോചിക്കണം, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയൊരു സംഭവം. ഇത് അന്നത്തെ ഓൺ ദെയർ വേ ടു വർക്ക് വരുന്നത് ഈ ടണൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ടണലിലൂടെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളാണ് ഈ കാണുന്നത്. സെൻറ്റ് പോളി എൽപ്പ് ടണൽ. ഈ ഒരു ടണൽ, ഇതുപോലൊരു ടണൽ ലോകത്ത് വേറെ ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പറയുന്നുണ്ട്, ദ സെൻറ്റ് പോളി എൽപ്പ് ടണൽ ഈസ് ദ വേൾഡ്സ് ഓൺലി സച്ച് ടണൽ ദാറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ ട്രാഫിക്. ഹാംബർഗ് പോർട്ട് അതോറിറ്റീൻ്റെ അണ്ടറിലാണ് ഈ ഒരു ടണൽ ഇപ്പോൾ ഉള്ളത്. ഇതിലൂടെ സൈക്കിളുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റും. 4 ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിൽ നമുക്ക് താഴേക്ക് ഇറങ്ങാം. ഇവിടെ ലിഫ്റ്റ് കാത്തുക്കുക. ഇതാണ് ലിഫ്റ്റ്. ഇതുപോലെ അതൊരു ലിഫ്റ്റാണ്. അങ്ങനെ 3-4 ലിഫ്റ്റുകളുണ്ട്. ആ ലിഫ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നടന്നിറങ്ങാനുള്ള ഓപ്ഷനും ഉണ്ട്, സ്റ്റെപ്പും ഉണ്ട്. ഇത് 10 നിലെങ്കിലും ഹൈറ്റ് ഉണ്ടാവും ഇതിന്. യെസ്, നമ്മൾ താഴത്തെത്തി. ഇതാണ് ടണൽ. ഇതാണ് ടണൽ. ഇതിൽ റൈറ്റ് സൈഡിലൂടെ നമുക്ക് അങ്ങോട്ട് പോകാം, ലെഫ്റ്റ് സൈഡിലൂടെ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരും. സെൻട്രൽ സൈക്കിളിനുള്ള ട്രാക്കാണ്. സൈക്കിളുകൾ പോയിട്ട് സെൻട്രലിലൂടെയാണ്. ഇതാണ് ടണൽ. ഒന്ന് ആലോചിച്ച് നോക്കണം, മുകളിലൂടെ കടലിൽ ഷിപ്പൊക്കെ പോകുന്ന കടലിൻ്റെ ഒരു പാത്ത് പോകുന്നുണ്ട് മുകളിൽ. അത് ആലോചിക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു ടണൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സംഭവമല്ലേ. മുകളിൽ ഇങ്ങനെ കടൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അടിപൊളി. ദിവസം ഒരുപാട് ടൂറിസ്റ്റുകളും അല്ലാത്തവരും യാത്രക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ടണലാണിത്. ഫ്രീ ആണ്, ഇങ്ങോട്ട് കയറാൻ ചാർജൊന്നുമില്ല, ആർക്കും യൂസ് ചെയ്യാം. ഒരുപാട് 4 ലിഫ്റ്റ് ആ സൈഡും 4 ലിഫ്റ്റ് ഈ സൈഡും, മൊത്തം 8 ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ടണലിലൂടെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് ഹിറ്റ്ലറിൻ്റെ
ഇക്കാലത്ത് ആളുകൾ ഒളിച്ചു താമസിക്കാനും രക്ഷപ്പെടാനൊക്കെ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. സൈക്ലിസ്റ്റുകൾ ഇതാ പോകുന്ന സൈക്കിൾ കയറ്റാനായിട്ട് സ്പെഷ്യൽ ലിഫ്റ്റ് വേറെ ഉണ്ട്. ഒരുപാട് സൈക്കിളുകൾ കൊള്ളുന്നൊരു ലിഫ്റ്റ് വേറെ ഉണ്ട്. ഇതാണ് ടണലിൻ്റെ മറ്റേ സൈഡ്. നമുക്കിവിടെ കാണാൻ പറ്റും കുറേ ലിഫ്റ്റുകൾ. ചിലത് വർക്കിങ്ങിന് ഇതിൻ്റെ ഉള്ളിലെ ഈ ലിഫ്റ്റിലാണ് നമുക്ക് കയറാൻ പറ്റുക. ഇത് രണ്ടും സൈക്കിൾ കയറ്റാൻ പറ്റുന്ന ലിഫ്റ്റാണ്. വലിയ ലിഫ്റ്റ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. വലിയ ലോറി വരെ നമുക്കിതിൽ കൊണ്ടുപോകാൻ പറ്റും. കാറും ലോറി വരെ. യെസ്, നമുക്കിതിൽ കയറിയാലോ? നമുക്ക് വലിയ കണ്ടെയ്നർ ലിഫ്റ്റ് കയറാം. ലോറി കാറൊക്കെ കയറ്റാൻ പറ്റിയ ലിഫ്റ്റാട്ടത്. ഇതിൽ പറയുന്നത് 19 ലെവലിലാണ് ഇത് തുറന്നു കൊടുത്തത്. ടണലിൻ്റെ ലെങ്ത്ത് 426.5 മീറ്റർ, ഡെപ്ത്ത് 23.5 മീറ്റർ താഴെ, സീ ലെവലിന് 23.5, ലൈൻ വിഡ്ത്ത് 1.92 മീറ്റർ, ഡയമീറ്റർ ഓഫ് ബോത്ത് ടണൽ 5.64 മീറ്റർ. നമ്മളിതാ പുറത്തെത്തിയിരിക്കുന്നു. യെസ്, നമ്മളിതാ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് ഇങ്ങനെ താഴെ ഒരു ചെറിയൊരു സ്റ്റോറുണ്ട്. അതിൻ്റെ ഉള്ളിൽ മൊത്തം സാധനങ്ങളാണ്. ഇതൊക്കെ കളയാനുള്ളതാണെന്ന് തോന്നുന്നു. ഒരുപാട് സാധനങ്ങളുണ്ട്. ഹോഴ്സ് റൈഡിങ്ങിൻ്റെ ഷൂസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം അതിൻ്റെ ഉള്ളിലാണ് ഞാൻ സൈക്കിൾ വെച്ചത്. ഇവിടെ സേഫാണ്, ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു റൂമുണ്ട്. ഇതിൻ്റെ ഉള്ളിലും വേണമെങ്കിൽ വെക്കാം. മൊത്തം കച്ചറ കൊണ്ടിടുന്ന സ്ഥലമാണിത്. ജർമ്മനിയിൽ സാധനങ്ങൾ അങ്ങനെ എല്ലായിടത്തും ഒഴിവാക്കാൻ പറ്റില്ല, വലിച്ചിടാൻ പറ്റില്ല, വലിച്ചെറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്റ്റോർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിലാണ് കീപ്പ് ചെയ്യുക. അവസാനം എന്നിട്ട് ആർക്കെങ്കിലും എടുത്തു കൊടുക്കും. അതാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം സൈക്കിൾ സേഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ റൂമിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ വിസയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് പോവുകയാണ്. എൻ്റെ ഷെങ്കൻ വിസ 90 ഡേയ്സ് മാത്രമേ എനിക്കിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ ഷെങ്കൻ ഏരിയയിൽ. ഈ 90 ഡേയ്സ് കഴിയുന്നതിന് മുമ്പ് ഞാൻ ഷെങ്കൻ ഏരിയയിൽ നിന്ന് വിട്ടിട്ട് പുറത്തായിരിക്കണം. അടുത്ത 90 ഡേയ്സ്, മാക്സിമം 90 ഡേയ്സ് നിൽക്കാൻ പറ്റുള്ളൂ. 91 നിന്നാൽ ഫൈനായിരിക്കും. പിന്നെ അടുത്ത ഷെങ്കൻ അപ്ലൈ ചെയ്താൽ അവർ തരില്ല. അപ്പോൾ അങ്ങനെയുള്ള റീസൺ കാരണം ഞാൻ തൽക്കാലം എൻ്റെ സൈക്കിൾ ഹാംബർഗിൽ വെച്ചു. ഞാനിപ്പോൾ ഉള്ളത് ഹാർബർഗ് മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടുന്ന് മെട്രോ കയറിയിട്ട് ഹാംബർഗ് പോകണം. ഹാംബർഗ് ഡിഫറെൻറ്റ് സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് മെട്രോന് പോയി കഴിഞ്ഞാൽ ഹാംബർഗിലെത്തും. ഹാംബർഗിൽ നിന്ന് ബസ് കയറിയിട്ട് ബെർലിനിൽ പോകണം. ബെർലിനിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയിട്ട് വേണം നാട്ടിൽ പോകാൻ. എന്നിട്ട് ഡൽഹി പോയിട്ട് എൻ്റെ വിസ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വേണം വരാൻ. അപ്പോൾ ഈ കാണുന്നതാണ് ഹാർബർഗ് മെട്രോ സ്റ്റേഷൻ. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് ഒരു മെട്രോ കാണാൻ പറ്റും. ഒരു മെട്രോ ഒന്ന് കാലിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സമയം രാത്രി 9:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകളൊന്നും ഇല്ല, വളരെ കുറവാണ് ആളുകൾ. അങ്ങനെ ഒരുപാട് നാളത്തെ യാത്രയ്ക്ക് ശേഷം, സൈക്കിൾ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ 23ാമത്തെ രാജ്യമാണ് ജർമ്മനി. 23ാമത്തെ രാജ്യത്തു നിന്ന് ഞാനൊന്ന് ഇന്ത്യ പോയിട്ട്
വിസയും കാര്യങ്ങളൊക്കെ. എൻ്റെ UK വിസ റെഡിയാക്കണം, പിന്നെ ഒരു ഷെങ്കൺ വിസയും കൂടി എടുക്കണം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ സൈക്കിളും എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് പ്ലാന്. അപ്പോൾ ഞാനിതാ താമസിച്ചത് ഇവരുടെ കൂടെ ആയിരുന്നു. ഇവരുടെ പേര് അനിറ്റ കാൽവേറ്റ് എന്നാണ്. മലേഷ്യനാണ്. പക്ഷേ 10-30 വർഷമായിട്ട് 10-30 വർഷമായിട്ട് ആള് ജർമ്മനിയിൽ താമസിക്കുകയാണ്. എൻ്റെ ഒരു ഫോളോവറാണ്, എൻ്റെ ബെസ്റ്റ്, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. പിന്നെ എനിക്ക് ഇവിടുത്തെ താമസവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നതാണ്. ഇതാണ് ലഗേജ്. ഈ ലഗേജൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. കാര്യമായിട്ടൊന്നുമില്ല ലഗേജിൽ. ലഗേജ് കണ്ടിട്ട് ഞെട്ടണ്ട. അപ്പോൾ ഇതാണ് ഹാർബർഗ് മെട്രോ സ്റ്റേഷൻ. Say hi. Hi. Thanks a lot for the wonderful hospitality and all your support. I'll come back again. I'll come back again to take my bicycle. I know it's safe here. You can ride my bicycle, no issues, if you want. Too high for me. Okay. Convey my regards to Kim also. Yeah, I will. It was nice time with you all. I will. Nice experience, nice And place. I feel so happy to meet you. Thank And then to come in this, in Marburg. You have to go in this way now? Or next? This one or Not like this one. not We this take one? another one. We take another one. We must be This until is S31. Without him, I cannot. I'm very scared. Without? Without him, I'm scared. He will be there, right? He is coming here? Yeah, he's still not very far from here. Oh, okay, So okay. without him, I don't know to go. ഈ കാണുന്നത് ഹാംബർഗിലെ ബസ് സ്റ്റേഷനാണ്. അധികം വലുതല്ല, എന്നാൽ ചെറുതുമല്ല. അങ്ങനത്തെ ഒരു ബസ് സ്റ്റേഷനാണ്. ബസ്സൊന്നും കാണുന്നില്ല, ഒരു ബസ്സിനെയും കാണുന്നില്ല. ഒക്കെ ട്രാക്കിന് പുറത്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച ബസ്സുകളെ കാണുന്നുള്ളൂ, ഒന്നും ട്രാക്കിൽ കാണുന്നില്ല. ഇവിടുത്തെ ബസ് എന്ന് പറഞ്ഞാൽ ഫ്ലിക്സ് ബസ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഫ്ലിക്സ് ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് റൂട്ട് ബസ്സുകളാണ്. മറ്റുള്ള യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബസ്സുകളാണിത്, ഫ്ലിക്സ് ബസ്. Where's the bus? എൻ്റെ ബസ് വരേണ്ട ട്രാക്ക് ഇതാണ്. uh, 11:35 ബസ്. 11:35. ഇപ്പോൾ സമയം 10:30 ആയിട്ടേ ഉള്ളൂ. ഇനി 1 മണിക്കൂറുണ്ട്. ഇവിടെയും നമ്മുടെ നാട്ടിലത്തെ മാതിരി ഒരുപാട് യാചകരുണ്ട്. കാരണം മറ്റുള്ള യുദ്ധം കാരണം ഉക്രൈനിൽ നിന്നും മറ്റ് പല പൂർ കൺട്രീസിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഫുള്ള് ഭിക്ഷാടനവും കാര്യങ്ങളൊക്കെയാണ്. അത് കാരണം ഇവിടെ ഇപ്പോൾ സേഫല്ല. ഇപ്പോൾ യൂറോപ്പിലധികം കൺട്രികളും സേഫല്ല. കാരണം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ട് പിടിച്ചുപറിയും കളവും ഒക്കെ കൂടിയിട്ടുണ്ട്. UK വളരെ കൂടുതലാണ്. ഫ്രാൻസിലുണ്ട്, ജർമ്മനിയിലുണ്ട്. നമ്മൾ സൈക്കിളൊക്കെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അടിച്ചു പോകും. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് ഉള്ളിലേക്ക് കയറട്ടെ. പുറത്ത് നല്ല തണുപ്പാണ്. ഏകദേശം 7-8 ഡിഗ്രിയാണ് ഇപ്പോൾ. കാറ്റുമുണ്ട്, അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ളിൽ കയറിയിരിക്കട്ടെ, ഉള്ളിലാവുമ്പോൾ കാറ്റുണ്ടാവില്ല. നേരത്തെ കാണിച്ചതല്ല, ഇതാണ് ട്രാക്ക്. 11:35 ഫ്ലിക്സ് ബസ് ബെർലിൻ അലക്സ്. ഇതാണ് ട്രാക്ക്. ഇതാണ് ഞാൻ പോകുന്ന ബസ്, ഫ്ലിക്സ് ബസ്. മുകളിലാണ് എൻ്റെ സീറ്റ്, 15C. ലഗേജ് വെക്കുന്ന സ്ഥലങ്ങളിതാ. ലഗേജ് ഇവിടെയും വെക്കും,
പിന്നെ ബസ്സിൻ്റെ പുറകിൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെയും ലഗേജ് വെക്കും. ദിസ് ഓൾസോ ലഗേജ് സ്പേസ് ആണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ബസ് കാണാറുണ്ട്, അപ്പോൾ ഇതെന്താണെന്ന് അറിയാറില്ല. ഇങ്ങനെ തുറന്നു കിടക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് സംഭവം, ലഗേജ് സ്പേസ്. ഓക്കെ, അപ്പം ഉള്ളിൽ കയറട്ടെ. പുറത്ത് നല്ല തണുപ്പാണ്, ഉള്ളിൽ കയറാം. ഇപ്പോൾ സമയം പുലർച്ചെ 4 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ബെർലിൻ എയർപോർട്ടിലാണ്. ബസ് നേരെ വന്നത് ഇങ്ങോട്ടാണ്. ഇവിടുന്ന് ബസ് ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് കയറി. കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചിട്ട് ചിലപ്പോൾ ഡിലേ ആവുന്നു. ഡിലേ ഒന്നുമില്ല, ഷാർപ്പ് ടൈമിന് 3:30 ബസ് ഇവിടെ എത്തി. ഞാനിതിപ്പോൾ ഇവിടെ ഒന്ന് ഫ്രഷായി. അപ്പോൾ ഈ എയർപോർട്ടിൽ വലിയ എയർപോർട്ടാണ്, പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ ഞാൻ എപ്പോഴത്തേയും വേറെ ഒരു എയർപോർട്ടിലും ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ എല്ലായിടത്തും പോയിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിലത്ത് എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും മനസ്സിലായോ? എനി ഐഡിയ? ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇത് കണ്ടോ, നിലത്ത് പൈസ ചെതറി കിടക്കുന്ന പോലെ ഒരുപാട് കോയിൻസ് കാണുന്നുണ്ട്. ഈ കോയിൻസൊക്കെ എങ്ങനെയാ പറയുക, ഇതിൻ്റെ ഉള്ളിലാണ്, ഇതിൻ്റെ പുറത്തല്ല, നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഹോൾട്ട്, അതിൻ്റെ ഉള്ളിൽ ഇത് ഫിക്സ് ചെയ്തതാണ്. അപ്പോൾ ഫുള്ള് എല്ലായിടത്തും ഉണ്ട്. പഴയ ഉപയോഗിക്കാത്ത കോയിനാന്ന് തോന്നുന്നു. ഇവിടെ ഉപയോഗിച്ച മുമ്പ് ഉപയോഗിച്ച കോയിൻസ്. ചില ഏരിയയിൽ ഒരുപാടുണ്ട്. ഈ ഏരിയയിലൊക്കെ ഒരുപാട് കോയിൻസ്. പെട്ടെന്ന് കണ്ടാൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ക്യാഷ് ചില്ലറ വീണ് പോയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ആദ്യം ഞാൻ നോട്ടീസ് ചെയ്തില്ല, പക്ഷെ ഇപ്പോൾ തിരിച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഞാൻ ജസ്റ്റ് ആരുടെ കയ്യിൽ നിന്ന് കോയിൻ വീണതാണെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. അപ്പോഴതാ ഒരുപാട് കോയിൻ കുറേ ഉണ്ട്. ഇതാ ഇവിടം വരെ, ഇതിൻ്റെ അപ്പുറത്തേക്കില്ല. ഈ ഒരു ഏരിയയിൽ മൊത്തം എങ്ങനെയാണ്. ഏരിയ മൊത്തം ഈ എയർപോർട്ടിൽ മാത്രമല്ല, പുറത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു സംഭവം. ഒരു ചെറിയൊരു റൂം പോലെ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10 യൂറോ കൊടുത്താൽ, 10 യൂറോ കൊടുത്താൽ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ക്യാഷ് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ ക്യാബിൻ. ഇപ്പം എന്താ പറയുക, സ്റ്റുഡിയോ വേണ്ട, ഫോട്ടോഗ്രാഫർ വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് അതിലിരിക്കാം. ഒക്കെ സെറ്റാക്കിയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ കയ്യിലേക്ക് വരും. 10 യൂറോ ആണ് ചാർജ്. 10 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 900 രൂപ. എത്ര ഫോട്ടോ കിട്ടുന്നൊന്നും അറിയില്ല. 5-ൻ്റെയും 10-ൻ്റെയും നോട്ടേ ആക്സെപ്റ്റബിൾ ഉള്ളൂ. ഇതാണ് സംഭവം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. €10. ഞാനിത് പുറത്ത് എവിടേക്കോ സ്ട്രീറ്റിലോ എവിടേക്കോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാമല്ലേ? പെട്ടെന്നായിരിക്കെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ സ്റ്റുഡിയോ തുറക്കുന്നവരെ ഒന്നും കാത്തിരിക്കേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ 10 യൂറോ കൊടുത്താൽ സംഭവം കിട്ടും. ഇവിടുത്തെ എയർപോർട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കണ്ടോ.
റിബൺ പോലെ, റിബണാണോ അത് ഇനി ഇരുമ്പിൻ്റെ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ എന്താന്നുള്ളത് അറിയില്ല. ഇപ്പം എല്ലാ പരിപാടികളും എയർപോർട്ടിലെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. ഒരു 1.5 ക്യൂ ആയിരുന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ആളില്ലാത്ത കൗണ്ടർ കാണുന്നത്, ചെക്ക് ഇൻ കൗണ്ടർ കാണുന്നത്. ആളില്ലാത്ത ചെക്ക് ഇൻ കൗണ്ടർ ഇതിനു മുമ്പ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നമുക്ക് കിയോസ്കിൽ ഇതെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ബോർഡിംഗ് പാസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ കൗണ്ടറിൽ ആളില്ലാത്തത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ തന്നെ ലഗേജ് കൊണ്ടുപോവുക, ആ ലേബിളൊക്കെ നമ്മൾ തന്നെ മെഷീനിൽ എടുക്കുക, നമ്മൾ തന്നെ കൊണ്ടിട്ടോളാം, ആരും ഉണ്ടാവില്ല. അങ്ങനത്തെ കൗണ്ടർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു എയർപോർട്ടിൽ പോയാൽ കുറച്ച് മെഷീനും ബാക്കി ആളുകളുമാണ്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ, ഒരാളും ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് തന്നെ എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി വേറെ എവിടെ ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഞാനങ്ങനെ ഫ്ലൈറ്റ് യൂസ് ചെയ്യാത്ത ആളാണ്, സൈക്കിളാണല്ലോ നമ്മുടെ. അപ്പം ഫ്ലൈറ്റ് ഇപ്പം അങ്ങനെയൊക്കെയാണ് സിസ്റ്റം. ഒരു മനുഷ്യനുണ്ടാവില്ല ഒന്നിനും, എല്ലാം സ്വയം ചെയ്തോളാം. ഇവിടെ പെട്രോൾ പമ്പ് ആയാലും എങ്ങനെ, സൂപ്പർ മാർക്കറ്റ് ആയാലും എങ്ങനെ, എല്ലാം നമ്മൾ തന്നെ ബില്ല് ചെയ്യുക, നമ്മൾ തന്നെ പേ ചെയ്യുക. ആരും അതിനൊന്നും, ആളുകളെ മാക്സിമം കുറയ്ക്കുകയാണ്, എക്സ്പെൻസ് കുറയ്ക്കാനാണ് തോന്നുന്നത്. എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ, ഇനി ഒരു 45 മിനിറ്റും കൂടെ ഉള്ളൂ. ഇവിടുന്ന് നേരെ ബ്രസൽസിൽ നിന്ന് അബുദാബിയിൽ നിന്ന് ബാംഗ്ലൂർ. ഇതാണ് ഗേറ്റ് B14. ഏതാ ഫ്ലൈറ്റ് എന്ന് ആർക്കറിയാം? അല്ല, ഇതാണ് ഫ്ലൈറ്റ്. അയ്യോ 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 അയ്യോ, ചെറിയ ഫ്ലൈറ്റ് ആണല്ലോ. ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ലഗേജൊക്കെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, എല്ലാവരും ബാഗും ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് തരുള്ളൂ. മഴ പെയ്യുന്നുണ്ടല്ലോ. Passengers, I have got some important information for those of you that are continuing on a connecting flight. We will be landing in Brussels in around 15-20 minutes. We will be landing at the Terminal A, Terminal Alpha. Oh, landed safely. അൽഹംദുലില്ലാ. ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ലാൻഡ് ചെയ്തു ബ്രസൽസ് എയർപോർട്ട്. ബസ്സൊന്നുമില്ല, എങ്ങോട്ടാ കയറി പോണ്ടേ? ചെറിയ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി ഇപ്പോൾ ഇതാ വിരാജ്പേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് മൈസൂർ പാലസ് ആണ്. ദിസ് ഈസ് മൈസൂർ പാലസ്. ഇതാ ഞാൻ വിരാജ്പേട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ ഇതാ ഞാൻ വീട്ടിലെത്തിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്? Like and subscribe. എന്ത്? ഓക്കെ.